കോമഡി മസാലയുടെ ഈ വേദിയിലേക്ക് ഇന്നൊരു സ്പെഷ്യൽ പെർഫോമൻസുമായി എത്താൻ പോവുകയാണ് രാജീവ് ആറ്റുകാൽ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്ന് എന്താണ് സ്പെഷ്യൽ പെർഫോമൻസ് നമുക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുള്ളത്? സ്പെഷ്യൽ പെർഫോമൻസ് കുറച്ച് താരങ്ങളുടെ ശബ്ദവും താരങ്ങളുടെ രൂപഭാവവുമാണ്. ആദ്യമായിട്ട് ഷാരൂഖ് ഖാന്റെ ഫിഗർ ചെയ്യോ? ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ചുമ്മാതല്ല, ഞാൻ ആലോചിക്കായിരുന്നു ഷാരൂഖ് ഖാന്റെ നല്ല കട്ടുണ്ടല്ലോ, ഷാരൂഖ് ഖാന്റെ നല്ല കട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തോടെ തന്നെ നമുക്ക് തുടങ്ങാം. അദ്ദേഹത്തിന്റെ പഴയ ചിത്രമായ ബാസിഗർ എന്ന ചിത്രത്തിലെ ഒരു രംഗം. कभी कभी जीत कर हारने वालों को क्या कहता है? बाजीगर 15 साल से जो खून मेरी माँ की आंखों में आंसू बनकर रहता था वो भान तूने तोड़ दिया मदन चोपड़ा. അദ്ദേഹം ഡോൺ എന്ന ചിത്രത്തിൽ വന്നപ്പോൾ കുറച്ചുകൂടെ മോഡുലേഷൻ മാറി, കുറച്ച് ഡെപ്ത് ഒക്കെ ആയി. ഡോണിലെ ഒരു പഞ്ച് ഡയലോഗ്. डॉन का इंतजार तो 11 मुल्कों की पुलिस कर रहे, लेकिन एक बात समझ लो सोनिया, डॉन के पकड़ना मुश्किल नहीं, नामुमकिन है. ഓക്കെ, താങ്ക്സ്. അടിപൊളി. എന്താണ് ഇനി അടുത്തത്? നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അതുപോലെ ഷാറുഖ് ഖാൻ മിക്കവാറും നായകനായിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ വില്ലൻ അമരീഷ് പുരി. അദ്ദേഹത്തിന്റെ ശബ്ദം നനയിരിക്കുകയാണ്. मैंने कहा था ना शारदा ऐसा गलती मत कर, आइंदा ऐसा गलती की तो बहुत पता हो जाएगा. मेरी बड़ी थे तेरा शादी कभी नहीं हराम साले, तू लंदन से इधर आया दिल जले. ഇനി അടുത്തത് നമ്മുടെ കമലഹാസൻ, സകലകലാവല്ലഭൻ. അദ്ദേഹത്തിന്റെ ഒരു പഴയ ചിത്രമാണ് പുന്നകൈ മനൻ. അതിലൊരു ഡയലോഗാണ്. இன்னும் என்ன தப்பு செய்யணுமே, என் வாழ்க்கையில் இந்த சங்கீதம் எல்லாமே எப்பவுமே ஆத்தமைச்சு போச்சு. எதுக்காக இன்னொரு பூபாலம், எதுக்காக நான் மறுபடியும் காதலிக்கணும்? இப்ப நான் சொல்றேன், எங்க நீ என்ன காதலிக்கிற வச்சிருக்க ஆரம்பத்துல பயத்துல ஆனா எனக்கு போட்ட விலங்கு தான் அந்த முரட்டுத்தனம், கோபம் எல்லாமே. ஆனா இன்னுം എന്നാல വേഷം പോടാൻ முடியல. മാലിനി, ഗുഡ് ബൈ. ഗംഭീരായിട്ടുണ്ടായിരുന്നു. സൂപ്പർ. അദ്ദേഹത്തിന്റെ ഒരു 2 മോഡുലേഷൻ കൂടി. ദശാവതാരം എന്ന ചിത്രത്തിലെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തത്, ബൽറാം നായിഡു എന്നുള്ള കഥ. Simply answer my question. நீ தான் இந்த கேங்குக்கு தலைவனா இல்ல வேற ஏதாவது ஏஜென்சிக்காக வேலை பார்க்கறியா? லஷ்கரை தொய்பா, அல் ഖ്വയ്ദ இல்ல உல்ஃபானா? போலீஸ் லாஸ் இருக்குதுல்ல, அது உடம்புக்குள்ள விட்டு 6 inches வெளியில் தட்டி கேட்ட நிஜத்தோட சேஃப்டியா உள்ள இருக்குது. எல்லா மேட்டரும் உள்ளே வந்துடும். This is my court. അതിലൊരു കറുത്ത കമലഹാസൻ ഉണ്ട്, മിൻസൻ പൂവരാഗൻ. അദ്ദേഹത്തിന്റെ ശബ്ദം. തമ്പി நான் மட்டும் இல்ல மகனே, 4 கோடி 2ல 1 மட்டும் விழா பொழிச்சு தொலைந்து வாரவே அந்த 100 உருவே உலக நாயகன் தான். ஆனா எல்லாரும் அந்த மாதிரி இல்ல, சிலருக்கு திருட்டுத்தனங்கள்ல புழுவா இருக்கதா சந்தோஷம். அப்படி சந்தோஷமா நீடூரின் நெருங்கி வாழ நான் வரேன். ഓക്കെ, താങ്ക്സ്. ഗുഡ് ജോബ്. ഗംഭീരായിട്ടുണ്ടായിരുന്നു. എല്ലാം ഗംഭീരായിട്ടുണ്ടായിരുന്നു. എന്താണ് ഇനി അടുത്തത്? ഒരു 3 ഫിഗർ ഐറ്റം ആണ്. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ടൈം വേണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ആരാധനാപാത്രമായ ഷാറൂഖ് ഖാൻ, SRK അദ്ദേഹത്തിന്റെ തന്നെയാണ് ഫിഗർ ചെയ്യാം. ഫിഗർ, അതെ. ഓക്കെ. Yes, who is it? Don. दुनिया में लोगों ने
दिल अपने फिर थामे आया हूँ लेकर मैं फिर कितने हंगामे जरा देखो कौन आ गया है जमाने पे जो छा गया है जमी किस पे है सब निगाहें खुली किसकी खातिर है बाहें ऐसा मुझको पहचान लो डॉन का इंतजार तो 11 मुल्कों की पुलिस कर रही है, लेकिन एक बात समझ लो, डॉन को पकड़ना मुश्किल ही नहीं, नामुमकिन है। ഡോൺ കലക്കി തകർത്തു. അപ്പൊ ഇനി എന്താണ് അടുത്തത്? അടുത്തത് നമ്മളുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ ആ കബാലി. കബാലിയാണ് അപ്പൊ ഇനി വരാൻ പോകുന്നത്. അപ്പാ കൊള്ളാലോ. അതൊരു പറ്റിയതാണ്. ഏ കബാലി ഇറങ്ങിയതിൻ്റെ അന്ന് ആ ഐഡിയയുടെ ഒരു ലോഞ്ചിങ് ഉണ്ടായിരുന്നു. ആ ഞാനൊരു രജനീകാന്തിനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ആ. അന്നത്തെ ദിവസം തന്നെ അവൻ മുങ്ങി. ആ. ഒടുവില് ഞാൻ തന്നെ പെട്ടുപോയി. കേറേണ്ടി വന്നു. ഞാൻ തന്നെ കയറേണ്ടി വന്നു. അല്ലാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ ചെയ്തു തുടങ്ങിയാണ്. ഒന്ന് പരീക്ഷിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. நெருப்புடா நெருங்குடா பாப்போம் நெருங்குனா பொசுக்கிற கூட்டம் அடிக்கிற அழிக்கிற எண்ணம் முடியுமா நடக்குமா இன்னும் அடக்குனா அடங்குற ஆளா நீ இழுத்ததும் பிரியிற நூலா நீ தடையலாம் மதிக்கிற ஆளா நீ விடியல விரும்பிடும் காபாலி தமிழ் படங்களை எங்க மறந்து வச்சுக்கிட்டு மீசை முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியாரு ஏ கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க எஜுமா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலி நினைச்சியாடா கபாலிடா കബാലി അടിപൊളി. ഇപ്പൊ ഷാരൂഖിനെ ഫിഗർ ചെയ്യുന്ന ഒരാള് രജനീകാന്തിനെ ഫിഗർ ചെയ്യുമെന്നുള്ളത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് ചെയ്തു. താങ്ക് യു. എന്താ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണെങ്കിലും അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അടുത്തത് ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു ഫിഗറാണ്. ഓക്കെ പോക്കിരി സിനിമയിലെ വടിവേലുവിന്റെ ചങ്കി മങ്കി എന്ന ക്യാരക്ടറാണ്. ഓക്കെ ഓക്കെ. ക്യാരക്ടറായിട്ടാണ് ഇനി നമ്മുടെ മുമ്പിലേക്ക്. അതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്ലാൻ കൊണ്ട് തന്നു. ഓക്കേ. Rest it! This is Drunken Monkey style! അപ്പൊ ഈ പെർഫോമൻസ് നടക്കുന്ന സമയത്ത് ഉല്ലാസേട്ടൻ അവിടെ നിന്ന് പറയായിരുന്നേ, അപ്പൊ ഷാരൂഖ് ഖാൻ കറുത്താൽ ഇതുപോലെ ഇരിക്കുകയായിരിക്കുന്നത്. അപ്പോൾ എന്തൊരു പെട്ടെന്നായിരുന്നല്ലോ ഒരു മേക്ക് ഓവർ വന്നത്. ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. 3 ഫിഗറും നന്നായിരുന്നു. അതുപോലെ സൗണ്ട് അല്ലെ അനുകരിച്ചതെല്ലാം അസാധ്യമായിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് സന്തോഷം നമ്മുടെ കോമഡി മസാലയുടെ ഫ്ലോറിലേക്ക് എത്തിയതിൽ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഫ്ലോറിൽ വന്നിട്ട് ഇത്രയധികം എന്താണ് സന്തോഷത്തോട് ചെയ്യാൻ പറ്റിയതിന്. താങ്ക്സ്. അപ്പൊ നന്ദി, നമസ്കാരം. വീണ്ടും വരിക.